മഴയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. കാരണം അവിടെ ശക്തമായ മഴ പെയ്യുകയാണ്. പലയിടങ്ങളിലും നഗരങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ മൂടുന്നു. മറ്റൊന്ന്, പ്രധാനപ്പെട്ട ഗംഗയടക്കമുള്ള നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നു. മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രമാത്രം ദുസ്സഹമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സർക്കാർ സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന വലിയ ആക്ഷേപമാണ് ഉത്തരേന്ത്യയിൽ ഉയർന്നു വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചർച്ചയായി നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഈ മഴ പെയ്യുമ്പോൾ പല നിർമ്മാണ പ്രവർത്തനങ്ങളും തകർന്നു വീഴുന്നത് കേന്ദ്ര സർക്കാരിനും ആ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകൾക്കും വലിയ തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും മഴയുടെ സമഗ്രമായ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. മഴ ശക്തമായതോടെ കനത്ത ജാഗ്രതയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ദില്ലി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 2 ദിവസം കൂടി ഓറഞ്ച് അലർട്ട് തുടരും. മഴക്കെടുതിയിൽ ദില്ലിയിൽ മാത്രം 11 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസന്തവിഹാർ, സമയ്പൂർ, ഒല്ല എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ടിൽ വീണ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടത്. വിവരങ്ങളുമായി സ്വാതി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നോക്കാം എന്താണ് ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. സ്വാതി, ഉത്തരേന്ത്യയിൽ മഴയും മഴക്കെടുതിയും രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. ഗംഗയടക്കമുള്ള പ്രധാനപ്പെട്ട നദികളൊക്കെ പലയിടങ്ങളിലും ഉത്തരാഖണ്ഡിലൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം. ദേശീയ തലസ്ഥാനത്ത് പല പ്രധാനപ്പെട്ട റോഡുകളിലും വെള്ളക്കെട്ടിൽ മൂടി നിൽക്കുന്ന അവസ്ഥ. മരണസംഖ്യകൾ ഉയരുന്നു. അങ്ങനെ ദയനീയമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ. മനു സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ മഴ കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ദില്ലിയിൽ പക്ഷേ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസവും മഴ നേരിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ദില്ലിയിൽ. പക്ഷേങ്കിൽ നോയിഡ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അടിക്കടി ഉണ്ടാകുന്ന മഴ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം ദില്ലിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചർച്ചകളിലൊക്കെ തന്നെയാണ് ദില്ലി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദില്ലിയിലും ഓറഞ്ച് അലർട്ട് 2 ദിവസം കൂടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു നിലയാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടി വരുന്നത്. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനത്ത് കനത്ത മഴ തന്നെ ഇപ്പോൾ തുടരുന്നൊരു സാഹചര്യമുണ്ട്. പലയിടത്തും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ നിന്നും വന്ന വാർത്ത, ഹരിദ്വാറിൽ ഗംഗാ നദി കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് സുഖി നദി എന്ന് പറയുന്നത്. അവിടെയും ഈ നദികളൊക്കെ തന്നെയും കരകവിഞ്ഞൊഴുകുന്നത് വലിയ ഒരു മിന്നൽ പ്രളയത്തിലേക്കാണ് ആ സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഗതാഗത സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ മറ്റു സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഇവിടങ്ങളിൽ തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ നദീതീരത്തൊക്കെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിലേക്ക്. അത്തരത്തിലൊക്കെ തന്നെ പല സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും വിവിധ ഇടങ്ങളിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നു. ദില്ലിയിലടക്കം കഴിഞ്ഞ ദിവസം 11 പേരാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശങ്കയായി തന്നെ ജനങ്ങളിൽ നിൽക്കുകയാണ്. എന്നാലും ഈ വിഷയങ്ങളെയൊക്കെ പരിഹരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയും ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഈ മഴക്കെടുതിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില നിർമ്മിതികളൊക്കെ തന്നെയും പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. വിമാനത്താവളങ്ങളിലെ മേൽക്കൂര ചോരുന്നതടക്കമുള്ള വിഷയങ്ങൾ, പാലങ്ങൾ തകരുന്നു. അത്തരത്തിൽ വലിയ സംഭവ വികാസങ്ങൾ തന്നെ ഈ രാജ്യത്ത് നടക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഒരു വിഷയത്തിലും പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ വികസന നേട്ടം എന്ന് ഉയർത്തിക്കാണിച്ച പല നിർമ്മിതികളും ഈ മഴയിൽ തകർന്നു വീഴുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അത് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ തന്നെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴക്കെടുതി കാര്യമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മനു, ഈ രാജ്യതലസ്ഥാനത്തെ സാഹചര്യം ഇപ്പോൾ ഭേദപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? കാരണം പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം നോക്കണം, രാജ്യതലസ്ഥാനമാണ്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ ഈ വസന്തവിഹാറിലും ഒക്കെ ഉണ്ടായ അപകടങ്ങൾ, അതിൽ മരണസംഖ്യ ഇപ്പോൾ 11 എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 6 ആയിരുന്നു, ഇപ്പോൾ അത് 11ലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറെ ഗൗരവതരമാണ് ദില്ലിയിലെ സാഹചര്യങ്ങൾ. തീർച്ചയായും മനു, ദില്ലിയിലെ സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും ഇറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ദില്ലിയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ദില്ലിയിലെ ജോഗ്രഫി അനുസരിച്ച് ഈ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും മാറ്റുക എന്നുള്ളതിൽ വലിയ പരിമിതി ഉണ്ട് എന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിച്ച ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദുർബലമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വെള്ളക്കെട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറുക എന്നുള്ളത് കുറച്ച് സമയം എടുത്ത് തന്നെ അത് മാറുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ വെള്ളക്കെട്ടിൽ വീണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് ജീവൻ
ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി നിലനിൽക്കുന്നത്. എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നും ഇന്നലെയുമായി മഴയുടെ തോതിൽ വലിയ കുറവ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അടിക്കടി ഒരു ചെറിയ മഴ ഉണ്ടാകുന്നു, പക്ഷേ അത് വെള്ളക്കെട്ടുകളിലേക്ക് പോകുന്നില്ല. എങ്കിലും നേരത്തെ കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും പലയിടങ്ങളിൽ നിന്നും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല ഈ വ്യക്തമാണ് സ്വാതി, കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും ഉത്തരേന്ത്യയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യം, മഴയേക്കാൾ ശക്തമാണ് അവിടുത്തെ മഴക്കെടുതികൾ എന്നതാണ്. കാരണം കൃത്യമായ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന വലിയ ആക്ഷേപമാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ സർക്കാരുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് സ്വാതി സംസാരിച്ചത്.